ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. 2024 50-ാം വാർഷികം ആഘോഷിച്ച മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന കൃതിയുടെ രചയിതാവാണ് എം മുകുന്ദൻ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന കൃതി ആരുടേതാണ്? എം മുകുന്ദന്റേതാണ്. എത്രാമത് വാർഷികമാണ് ആഘോഷിക്കുന്നത്? 2024 50-ാം വാർഷികമാണ് ആഘോഷിക്കുന്നത്. 2024 50-ാം വാർഷികം ആഘോഷിച്ച മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന കൃതിയുടെ രചയിതാവാരാണ്? എം മുകുന്ദൻ. ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി 2024 വാക്കായി തിരഞ്ഞെടുത്തത് ഏതാണ്? ബ്രെയിൻ റോട്ട് എന്ന വാക്കാണ്. ബ്രെയിൻ റോട്ട്. ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി 2024 വാക്കായി തിരഞ്ഞെടുത്തത് ഏതാണ്? ബ്രെയിൻ റോട്ട്. നിലവാരം കുറഞ്ഞ ഉള്ളടക്കങ്ങൾ സ്ഥിരമായി കാണുകയോ വായിക്കുകയോ ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിയുടെ മാനസിക ബൗദ്ധിക തലത്തിലുണ്ടാകുന്ന തകർച്ചയാണ് ബ്രെയിൻ റോട്ട് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. 1854 ഹെൻറി ഡേവിഡ് തോറോയാണ് ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. അപ്പോൾ ബ്രെയിൻ റോട്ട് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? 1854 ഹെൻറി ഡേവിഡ് തോറോയാണ് ബ്രെയിൻ റോട്ട് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡിസംബർ 3 എന്താണ് പ്രത്യേകത? ലോക ഭിന്നശേഷി ദിനമാണ് ഡിസംബർ 3. 2024 ലോക ഭിന്നശേഷി ദിനത്തിന്റെ പ്രമേയമാണ് സമഗ്രവും സുസ്ഥിരവുമായ ഭാവിക്കായി വികലാംഗരുടെ നേതൃത്വം വർദ്ധിപ്പിക്കുക. അപ്പോൾ 2024 ലോക ഭിന്നശേഷി ദിനത്തിന്റെ പ്രമേയം എന്താണ്? സമഗ്രവും സുസ്ഥിരവുമായ ഭാവിക്കായി വികലാംഗരുടെ നേതൃത്വം വർദ്ധിപ്പിക്കുക എന്നതാണ്. ലോക ഭിന്നശേഷി ദിനം എന്നാണ്? ഡിസംബർ 3. സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല കായിക മേളയാണ് കളിക്കളം. അപ്പോൾ എന്താണ് കളിക്കളം? സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല കായിക മേളയാണിത് കളിക്കളം. വേദി എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്താണ്. സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല കായികമേളയാണ് കളിക്കളം എന്നറിയപ്പെടുന്നത്. ഇതിന്റെ വേദി എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്താണ്. 2024 ലോക ഭിന്നശേഷി ദിനത്തിന്റെ പ്രമേയം എന്താണ്? സമഗ്രവും സുസ്ഥിരവുമായ ഭാവിക്കായി വികലാംഗരുടെ നേതൃത്വം വർദ്ധിപ്പിക്കുക. ലോക ഭിന്നശേഷി ദിനം എന്നാണ്? ഡിസംബർ 3. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾക്കായുള്ള പ്രത്യേക വായ്പാ പദ്ധതിയാണ് PM വിദ്യാലക്ഷ്മി. PM വിദ്യാലക്ഷ്മി ഒരു വായ്പാ പദ്ധതിയാണ്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾക്കായിട്ടുള്ള പ്രത്യേക വായ്പാ പദ്ധതിയാണിത്. PM വിദ്യാലക്ഷ്മി. പ്രഥമ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഡൽഹിയിലായിരുന്നു. പ്രഥമ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടി എവിടെയാണ് നടന്നത്? ഡൽഹിയിലാണ്. പ്രഥമ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടിയുടെ പ്രമേയം എന്താണ്? ഏഷ്യയെ ശക്തിപ്പെടുത്തുന്നതിൽ ബുദ്ധധർമ്മത്തിന്റെ പങ്ക്. ഏഷ്യയെ ശക്തിപ്പെടുത്തുന്നതിൽ ബുദ്ധധർമ്മത്തിന്റെ പങ്ക് എന്നാണ് 2024 നടന്ന പ്രഥമ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടിയുടെ പ്രമേയം. പ്രഥമ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടി എവിടെയാണ് നടന്നത്? ഡൽഹിയിലാണ്. 2025 ജനുവരി 17 റിലീസിന് ഒരുക്കുന്ന എമർജൻസി എന്ന സിനിമയിൽ ഇന്ദിരാഗാന്ധിയായി വേഷമിടുന്നത് കങ്കണ റണാവത്താണ്. 2025 ജനുവരി 17 റിലീസിനൊരുക്കുന്ന എമർജൻസി എന്ന സിനിമയിൽ ഇന്ദിരാഗാന്ധിയായി വേഷമിടുന്നത്. 1976 ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും തുടർന്നുള്ള സംഭവങ്ങളുമായാണ് ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം. അപ്പോൾ 1976 ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും തുടർന്നുള്ള സംഭവങ്ങളും ഇതിവൃത്തമാകുന്ന ചിത്രം ഏതാണ്? എമർജൻസിയാണ്. 2025 ജനുവരി 17 റിലീസിനൊരുങ്ങുന്നത്. ലോക കാലാവസ്ഥാ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ചൂടേറിയ വർഷം എന്നാണ്? 2024. ലോക കാലാവസ്ഥാ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ചൂടേറിയ വർഷം എന്നാണ്? 2024. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിയമനിർമ്മാണ ശുപാർശയിൽ
കോടതിയെ സഹായിക്കാനായി അമീക്കസ് ക്യൂറിയായി നിയമിക്കപ്പെട്ടത് ആരെയാണ്? ഡോക്ടർ മിതാ സുധീന്ദ്രൻ. ഡോക്ടർ മിതാ സുധീന്ദ്രനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിയമനിർമ്മാണ ശുപാർശയിൽ കോടതിയെ സഹായിക്കാനായിട്ട് അമീക്കസ് ക്യൂറിയായി നിയോഗിക്കപ്പെട്ടത്. അപ്പോൾ ലോക കാലാവസ്ഥാ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ചൂടേറിയ വർഷം എന്നായിരുന്നു 2024. ഉത്തർപ്രദേശിൽ നിലവിൽ വന്ന പുതിയ ജില്ലയുടെ പേരാണ് മഹാകുംഭമേള. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടക്കുന്ന പ്രദേശമാണ് പുതിയ ജില്ലയായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ മഹാകുംഭമേള നടക്കുന്നത് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണ്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടക്കുന്ന പ്രദേശം പുതിയ ജില്ലയായി പ്രഖ്യാപിച്ചു. അതേതാണ് ആ ജില്ല? മഹാകുംഭമേള. ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആരാണ്? യോഗി ആദിത്യനാഥ്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ഗൂഗിൾ വികസിപ്പിച്ച പ്രളയ മുന്നറിയിപ്പ് സംവിധാനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഗ്രാഫ്കാസ്റ്റ് എന്നാണ്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ഗൂഗിൾ വികസിപ്പിച്ച പ്രളയ മുന്നറിയിപ്പ് സംവിധാനം അറിയപ്പെടുന്ന പേരാണ് ഗ്രാഫ്കാസ്റ്റ്. G20 സാമ്പത്തിക വളർച്ചയിൽ ഒന്നാമതെത്തിയ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ G20 സാമ്പത്തിക വളർച്ചയിൽ ഒന്നാമതായ രാജ്യം ഏതാണ്? ഇന്ത്യ. US-ന്റെ 47ാമത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തതാണ് ഡൊണാൾഡ് ട്രംപ്. US-ന്റെ എത്രാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്? 47ാമത്തെ പ്രസിഡന്റാണ് ആര്? ഡൊണാൾഡ് ട്രംപ്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ഗൂഗിൾ വികസിപ്പിച്ച പ്രളയ മുന്നറിയിപ്പ് സംവിധാനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഗ്രാഫ്കാസ്റ്റ്. എത്രാമത്തെ US പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്? 47ാമത്തെ. ഇന്ത്യയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റതാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. അപ്പോൾ ഇന്ത്യയുടെ 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തെളിമ. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായിട്ട് സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതുപേരിലാണ് അറിയപ്പെടുന്നത്? തെളിമ. അനധികൃത ഖനനം തടയാൻ ഇന്ത്യയിൽ ആദ്യമായി ഡ്രോൺ സർവേ നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. അനധികൃത ഖനനം തടയാനായിട്ട് ഇന്ത്യയിൽ ആദ്യമായി ഡ്രോൺ സർവേ നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതു പേരിൽ അറിയപ്പെടുന്നു? നവജീവൻ. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ പ്രസിഡന്റായി രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? തയ്യിബ് ഇക്രം. തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഇടുക്കി. തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. അപ്പോൾ ഇടുക്കിയിലെ ഒരു ജലവൈദ്യുത പദ്ധതിയാണേത്? തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് നവംബർ 11. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്ന് നവംബർ 11. മലയാളത്തിലെ ആദ്യത്തെ AI എൻസൈക്ലോപീഡിയ ഏതാണ്? നിർമ്മിത ബുദ്ധി. മലയാളത്തിലെ ആദ്യത്തെ AI എൻസൈക്ലോപീഡിയയാണ് ഏത്? നിർമ്മിത ബുദ്ധി. കാലാവസ്ഥാ വ്യതിയാനത്തിന് അനുസൃതമായ രീതി അവലംബിച്ച് കർഷക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പ് രൂപം നൽകിയ പദ്ധതിയാണ് കേര. കാലാവസ്ഥാ വ്യതിയാനത്തിന് അനുസൃതമായ രീതി അവലംബിച്ച് കർഷക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പ് രൂപം നൽകിയ പദ്ധതി ഏതാണ്? കേര. കുമാരനാശാന്റെ ജീവിതത്തെ ആസ്പദമാക്കി അവനിവാൾ കിനാവ് എന്ന നോവൽ രചിച്ചത് പെരുമ്പടവം ശ്രീധരനാണ്. പെരുമ്പടവം ശ്രീധരൻ അവനിവാൾ കിനാവ് എന്ന നോവൽ രചിച്ചത് ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ്? കുമാരനാശാന്റെ ജീവിതത്തെ ആസ്പദമാക്കിയാണ്. കുമാരനാശാന്റെ ജീവിതത്തെ ആസ്പദമാക്കി പെരുമ്പടവം ശ്രീധരൻ എന്ന് രചിച്ച നോവൽ ഏതാണ്? അവനിവാൾ കിനാവ്. അപ്പോൾ അവനിവാൾ കിനാവ് ആരുടെ നോവലാണ്?
പെരുമ്പടവം ശ്രീധരൻ്റെതാണ്. ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് പെരുമ്പടവം ശ്രീധരൻ അവനിവാഴ്ക്കിനാവ് എന്ന നോവൽ രചിച്ചത്? കുമാരനാശാന്റെ ജീവിതത്തെ ആസ്പദമാക്കിയാണ്. കൊച്ചിയിൽ നടന്ന 66ാമത് സംസ്ഥാന കായികമേളയിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി നേടിയ ജില്ലാ ടീം ഏതാണ്? തിരുവനന്തപുരമാണ്. കൊച്ചിയിൽ നടന്ന 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി നേടിയ ജില്ലാ ടീം ഏതാണ്? തിരുവനന്തപുരം. കോങ്റേ ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യം ഏതാണ്? തായ്വാനിലാണ്. തായ്വാനിൽ നാശം വിതച്ച ചുഴലിക്കാറ്റാണേത്? കോങ്റേ ചുഴലിക്കാറ്റ്. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ വനിതാ താരമാണ് സ്മൃതി മന്ദാന. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ വനിതാ താരമാരാണ്? സ്മൃതി മന്ദാന. ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമമാണ് ഉജ്ജാർ ഉളവാർ. കാസർഗോഡ് ജില്ലയിലെ ഉജ്ജാർ ഉളവാർ എന്ന ഗ്രാമമാണ് ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമം. ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമം ഏതാണ്? ഉജ്ജാർ ഉളവാർ. ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. അയിത്ത ജാതിക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥയ്ക്ക് 2024 എത്ര വർഷമാണ് തികയുന്നത്? 100 വർഷമാണ് 2024 തികഞ്ഞത്. അപ്പോൾ സവർണജാഥ നയിച്ചതാരാണ്? മന്നത്ത് പത്മനാഭനാണ് സവർണജാഥ നയിച്ചത്. അയിത്തജാതിക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണജാഥയ്ക്ക് 2024 എത്ര വർഷമാണ് തികഞ്ഞത്? 100 വർഷം തികഞ്ഞു. 2024 UN ജൈവ വൈവിധ്യ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? കാലി. കൊളംബിയയിലെ കാലിയാണ്. 2024 UN ജൈവ വൈവിധ്യ ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? കാലി, കൊളംബിയ. ട്രാൻസ്ജെൻഡേഴ്സിന് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അനന്യം പദ്ധതി. അപ്പോൾ എന്താണ് അനന്യം പദ്ധതി? ട്രാൻസ്ജെൻഡേഴ്സിന് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണേത്? അനന്യം പദ്ധതി. രാജ്യത്തെ റെയിൽവേ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ആപ്പാണ് സൂപ്പർ ആപ്പ്. അപ്പോൾ രാജ്യത്തെ റെയിൽവേ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ആപ്പിന്റെ പേരെന്താണ്? സൂപ്പർ ആപ്പ്. കേരള ജ്യോതി പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? പ്രൊഫസർ MK സാനു. വാധ്വാൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? വാധ്വാൻ തുറമുഖം മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ വാധ്വാൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയിലാണ് വാധ്വാൻ തുറമുഖം നിലവിൽ വന്നത്. ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം രാജ്യത്ത് ആദ്യ വിദേശ സർവകലാശാല ക്യാമ്പസ് സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഗുരുഗ്രാമിലാണ്. ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരമുള്ള രാജ്യത്ത് ആദ്യത്തെ വിദേശ സർവകലാശാല ക്യാമ്പസ് സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഗുരുഗ്രാം. കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത് പ്രണബ് ജ്യോതിനാഥ് ആണ്. കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ആരാണ്? പ്രണബ് ജ്യോതിനാഥ്. റിഗോലിത്ത് എന്നറിയപ്പെടുന്ന ചന്ദ്രനിലെ മണ്ണ് ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ചന്ദ്രയാൻ 4. റിഗോലിത്ത് എന്നറിയപ്പെടുന്ന ചന്ദ്രനിലെ മണ്ണ് ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണേത്? ചന്ദ്രയാൻ 4. 2024 ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ഏത്? അപ്പോൾ 2024 ലോകാരോഗ്യ സംഘടന മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഈജിപ്റ്റാണ്. ലോകാരോഗ്യ സംഘടന 2024 മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഈജിപ്റ്റാണ്. കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ആരാണ്? പ്രണബ് ജ്യോതിനാഥ്. റിഗോലിത്ത് എന്നറിയപ്പെടുന്ന ചന്ദ്രനിലെ മണ്ണ് ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമേതാണ്? ചന്ദ്രയാൻ 4. രാഷ്ട്രീയ ഏകതാ ദിനം ഒക്ടോബർ 31. അപ്പോൾ രാഷ്ട്രീയ ഏകതാ ദിനം എന്നാണ് ഒക്ടോബർ 31.
സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമാണെന്ന് ഒക്ടോബർ 31. ഇതാണ് രാഷ്ട്രീയ ഏകതാ ദിനമായി ആചരിക്കുന്നത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായ ഒക്ടോബർ 31 എന്തായിട്ടാണ് ആചരിക്കുന്നത്? രാഷ്ട്രീയ ഏകതാ ദിനം. പ്രശസ്ത സാഹിത്യകാരൻ എം മുകുന്ദന്റെ ആത്മകഥ ഏത്? എൻ്റെ എംബസിക്കാലം. പ്രശസ്ത സാഹിത്യകാരനായ എം മുകുന്ദന്റെ ആത്മകഥയാണേത്? എൻ്റെ എംബസിക്കാലം. അപ്പോൾ എൻ്റെ എംബസിക്കാലം ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ എം മുകുന്ദന്റെ ആത്മകഥയാണ്. 2024 ഒക്ടോബറിൽ പുതിയ ലോഗോയും പുതിയ 7 സേവനങ്ങളും അവതരിപ്പിച്ച ടെലികോം കമ്പനി ഏതാണ്? BSNL ആണ്. BSNL ആണ് പുതിയ ലോഗോയും പുതിയ 7 സേവനങ്ങളും അവതരിപ്പിച്ച ടെലികോം കമ്പനി. BSNLന്റെ പുതിയ ആപ്തവാക്യമാണ് കണക്റ്റിംഗ് ഭാരത്. അപ്പോൾ BSNLന്റെ ആപ്തവാക്യം ഏതാണ്? കണക്റ്റിംഗ് ഭാരത് എന്നത് എന്തിന്റെ ആപ്തവാക്യമാണ്? BSNLന്റെ ആപ്തവാക്യമാണ് കണക്റ്റിംഗ് ഭാരത്. 2024 ഒക്ടോബറിൽ പുതിയ ലോഗോയും പുതിയ 7 സേവനങ്ങളും അവതരിപ്പിച്ച ടെലികോം കമ്പനി ഏതാണ്? BSNL ആണ്. BSNLന്റെ പുതിയ ആപ്തവാക്യം ഏതാണ്? കണക്റ്റിംഗ് ഭാരത്. കുട്ടികളിൽ പഞ്ചസാരയുടെ അമിത ഉപയോഗം തടയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച ബോധവൽക്കരണ പരിപാടിയാണ് ഷുഗർ ബോർഡ്. അപ്പോൾ എന്താണ് ഷുഗർ ബോർഡ്? കുട്ടികളിൽ പഞ്ചസാരയുടെ അമിത ഉപയോഗം തടയാനായിട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച ബോധവൽക്കരണ പരിപാടിയാണിത് ഷുഗർ ബോർഡ്. 2024 ഒക്ടോബറിൽ ഫിലിപ്പീൻസിൽ വീശിയ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് ഏതാണ്? ട്രാമി. അപ്പോൾ ട്രാമി എന്താണ്? 2024 ഫിലിപ്പീൻസിൽ വീശിയ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് ട്രാമി. ട്രാമി എന്ന ചുഴലിക്കാറ്റ് എവിടെയാണ് വീശിയത്? ഫിലിപ്പീൻസിലാണ് വീശിയത്. ഒരു ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണിത് ട്രാമി. തെക്കുകിഴക്കൻ ഏഷ്യയിൽ വീശിയ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റാണ് ട്രാമി എന്ന ചുഴലിക്കാറ്റ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രക്ഷേപണം ആരംഭിക്കുന്ന റേഡിയോ ഏതാണ്? ഹരിവരാസനം. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രക്ഷേപണം ആരംഭിക്കുന്ന റേഡിയോ സർവീസാണേത്? ഹരിവരാസനം. ഭിന്നശേഷിക്കാരായ യുവതീ യുവാക്കളെ ഉൾപ്പെടുത്തി സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച കലാസംഘം ഏതാണ്? റിഥം. അപ്പോൾ എന്താണ് റിഥം? ഭിന്നശേഷിക്കാരായ യുവതീ യുവാക്കളെ ഉൾപ്പെടുത്തി സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച കലാസംഘമാണിത് റിഥം. ബംഗ്ലാദേശിലെ ഏത് മുൻ പ്രധാനമന്ത്രിയുടെ ആഡംബര കൊട്ടാരമാണ് വിപ്ലവ മ്യൂസിയമായി മാറുന്നത്? ഷെയ്ഖ് ഹസീന. അപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ ആഡംബര കൊട്ടാരമാണ് വിപ്ലവ മ്യൂസിയമായിട്ട് മാറുന്നത്. ബംഗ്ലാദേശിലെ ഏത് മുൻ പ്രധാനമന്ത്രിയുടെ ആഡംബര കൊട്ടാരമാണ് വിപ്ലവ മ്യൂസിയമായി മാറിയത്? ഷെയ്ഖ് ഹസീന. കുടുംബശ്രീയുടെ സേവനങ്ങൾ സ്മാർട്ട് ഫോണിൽ ലഭ്യമാക്കുന്നതിനുള്ള ആപ്ലിക്കേഷനാണ് പോക്കറ്റ് മാർട്ട് ആപ്പ്. അപ്പോൾ എന്താണ് പോക്കറ്റ് മാർട്ട് ആപ്പ്? കുടുംബശ്രീയുടെ സേവനങ്ങൾ സ്മാർട്ട് ഫോണിൽ ലഭ്യമാക്കുന്നതിനുള്ള ആപ്ലിക്കേഷനാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? പോക്കറ്റ് മാർട്ട് ആപ്പ് എന്നറിയപ്പെടുന്നത്. എന്താണ് റിഥം? ഭിന്നശേഷിക്കാരായ യുവതീ യുവാക്കളെ ഉൾപ്പെടുത്തി സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച കലാസംഘമാണിത് റിഥം. ഷെയ്ഖ് ഹസീനയുടെ കൊട്ടാരമാണ് വിപ്ലവ മ്യൂസിയമായി മാറുന്നത്. ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രിയാണ്. പോക്കറ്റ് മാർട്ട് ആപ്പ് എന്താണ്? കുടുംബശ്രീയുടെ സേവനങ്ങൾ സ്മാർട്ട് ഫോണിൽ ലഭ്യമാക്കുന്നതിനുള്ള ആപ്ലിക്കേഷനാണിത് പോക്കറ്റ് മാർട്ട് ആപ്പ്. ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രി ആരാണ്? ഒമർ അബ്ദുള്ളയാണ്. ജമ്മു കാശ്മീരിന്റെ ഉപമുഖ്യമന്ത്രി ആരാണ്? സുരീന്ദർ കുമാർ ചൗധരി. ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രി ആര്? ഒമർ അബ്ദുള്ള. ജമ്മു കാശ്മീരിന്റെ ഉപമുഖ്യമന്ത്രി ആരാണ്? സുരീന്ദർ കുമാർ ചൗധരി. കേരളത്തിലെ 3ാമത്തെ അന്താരാഷ്ട്ര തുറമുഖം സ്ഥാപിക്കുന്നത് എവിടെയാണ്? അഴീക്കലാണ്. കണ്ണൂർ ജില്ലയിലെ അഴീക്കലാണ് കേരളത്തിലെ 3ാമത്തെ അന്താരാഷ്ട്ര തുറമുഖം. കേരളത്തിലെ 3ാമത്തെ അന്താരാഷ്ട്ര തുറമുഖം എവിടെയാണ്? അഴീക്കൽ, കണ്ണൂർ. ദേശീയ വനിതാ കമ്മീഷന്റെ 9ാമത് അധ്യക്ഷ ആരാണ്? വിജയകിഷോർ രഹത്കർ ആണ്. വിജയകിഷോർ രഹത്കർ. ദേശീയ വനിതാ കമ്മീഷന്റെ 9ാമത് അധ്യക്ഷയായി നിയമിതയായത് ആരാണ്? വിജയകിഷോർ രഹത്കർ. ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രി ആര്? ഒമർ അബ്ദുള്ള. ജമ്മു കാശ്മീരിന്റെ ഉപമുഖ്യമന്ത്രി ആര്? സുരീന്ദർ കുമാർ ചൗധരി. കേരളത്തിലെ 3ാമത്തെ അന്താരാഷ്ട്ര തുറമുഖം സ്ഥാപിക്കുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ അഴീക്കൽ. ദേശീയ വനിതാ കമ്മീഷന്റെ 9ാമത് അധ്യക്ഷ ആരാണ്? വിജയകിഷോർ രഹത്കർ.
മെഡിക്കൽ കോളേജുകളിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മിതമായ നിരക്കിൽ താമസ സൗകര്യം ലഭ്യമാക്കുന്ന വാടക വീടുകൾ അറിയപ്പെടുന്നത് ആശ്വാസ് എന്നാണ്. അപ്പോൾ എന്താണ് ആശ്വാസ്? മെഡിക്കൽ കോളേജുകളിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മിതമായ നിരക്കിൽ താമസ സൗകര്യം ലഭ്യമാക്കുന്ന വാടക വീടുകൾ അറിയപ്പെടുന്ന പേരാണേത്? ആശ്വാസ്. മുതിർന്ന പൗരന്മാർക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ചികിത്സാ പദ്ധതി ഏതാണ്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി. എന്താണ്? മുതിർന്ന പൗരന്മാർക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ചികിത്സാ പദ്ധതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ സഹായത്തിനാണ് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയത്. അപ്പോൾ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി പ്രകാരം 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും എത്ര രൂപയുടെ സൗജന്യ ചികിത്സാ സഹായമാണ്? 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ സഹായമാണ് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയത്. ദ ലാസ്റ്റ് ഓഫ് ദ സീ വുമൺ എന്ന ഡോക്യുമെന്ററിയുടെ നിർമ്മാതാവ് ആരാണ്? മലാല യൂസഫ്സായി ആണ്. മലാല യൂസഫ്സായി നോബൽ പുരസ്കാര ജേതാവാണ്. ദ ലാസ്റ്റ് ഓഫ് ദ സീ വുമൺ എന്ന ഡോക്യുമെന്ററിയുടെ നിർമ്മാതാവ് ആരാണ്? മലാല യൂസഫ്സായി. ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് കൊറിയൻ അമേരിക്കൻ സംവിധായികയായ സു കിം ആണ്. സു കിം. കൊറിയൻ അമേരിക്കൻ സംവിധായികയായ സു കിം ആണ് മലാല യൂസഫ്സായിയുടെ ഡോക്യുമെന്ററിയായ ദ ലാസ്റ്റ് ഓഫ് ദ സീ വുമൺ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത്. മലാല യൂസഫ്സായി നോബൽ പുരസ്കാര ജേതാവാണ്. സു കിം എന്ന് പറയുന്നത് കൊറിയൻ അമേരിക്കൻ സംവിധായികയാണ്. ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആരാണ്? അനുരകുമാര ദിസനായകെ. അനുരകുമാര ദിസനായകയാണ് ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ്. ശ്രീലങ്കൻ പ്രസിഡന്റ് ആരാണ്? അനുരകുമാര ദിസനായകെ. ശ്രീലങ്കയുടെ എത്രാമത്തെ പ്രസിഡന്റാണ് അനുരകുമാര ദിസനായകെ? 10ാമത്തെ പ്രസിഡന്റ് ആണ്. ശ്രീലങ്കയുടെ 10ാമത്തെ പ്രസിഡന്റ് ആണ് ആര്? അനുരകുമാര ദിസനായകെ. 2024 സെപ്റ്റംബറിൽ പ്രസിദ്ധീകരണത്തിന്റെ 50ാം വാർഷികം ആചരിക്കുന്ന ചെറുകാടിന്റെ ആത്മകഥയാണ് ജീവിതപാത. 2024 പ്രസിദ്ധീകരണത്തിന്റെ 50ാം വാർഷികം ആചരിച്ച ചെറുകാടിന്റെ ആത്മകഥ ഏത്? ജീവിതപാത. അപ്പോൾ ജീവിതപാത ആരുടെ ആത്മകഥയാണ്? ചെറുകാടിന്റെ ആത്മകഥയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ QR അധിഷ്ഠിത നാണയ മെഷീൻ സ്ഥാപിച്ച നഗരം ഏത്? കോഴിക്കോടാണ്. മെഷീൻ സ്ഥാപിച്ചത് ഫെഡറൽ ബാങ്ക് ആണ്. ഇന്ത്യയിലെ ആദ്യ QR അധിഷ്ഠിത നാണയ മെഷീൻ സ്ഥാപിച്ച നഗരമാണേത്? കോഴിക്കോടാണ്. മെഷീൻ സ്ഥാപിച്ചത് ഏത് ബാങ്കാണ്? ഫെഡറൽ ബാങ്ക് ആണ്. ഓൺലൈൻ ക്ലാസ് മുറി എന്ന ആശയത്തോടെ വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയ പോർട്ടലാണിത്? സമഗ്ര പ്ലസ്. അപ്പോൾ എന്താണ് സമഗ്ര പ്ലസ്? ഓൺലൈൻ ക്ലാസ് മുറി എന്ന ആശയത്തോടെ വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയ പോർട്ടലാണിത്? സമഗ്ര പ്ലസ്. സാമ്പത്തികമായി പിന്നോക്കമുള്ള കുടുംബത്തിലെ ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്ന രക്ഷിതാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി. സ്ത്രീകൾക്കാണ് ഇതിൽ മുൻഗണന. സ്വാശ്രയ പദ്ധതി. അപ്പോൾ എന്താണ് സ്വാശ്രയ പദ്ധതി? സാമ്പത്തികമായി പിന്നോക്കമുള്ള കുടുംബത്തിലെ ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്ന രക്ഷിതാക്കൾക്ക്, സ്ത്രീകൾക്കാണ് അതിൽ മുൻഗണന കൊടുക്കുന്നത്. അതിൽ സ്വയം തൊഴിൽ കണ്ടെത്താനായിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണേത്? സ്വാശ്രയ പദ്ധതി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യത്തെ വനിതാ പൈലറ്റ് ആരാണ്? മോഹന സിംഗ് ആണ്. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യത്തെ വനിതാ പൈലറ്റ് ആരാണ്? മോഹന സിംഗ്. എന്താണ് സമഗ്ര പ്ലസ്? ഓൺലൈൻ ക്ലാസ് മുറി എന്ന ആശയത്തോടെ വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയ പോർട്ടലാണേത്? സമഗ്ര പ്ലസ്. സ്വാശ്രയ പദ്ധതി സാമ്പത്തികമായി പിന്നോക്കമുള്ള കുടുംബത്തിലെ ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്ന രക്ഷിതാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണിത് സ്വാശ്രയ പദ്ധതി. സ്വാശ്രയ പദ്ധതിയിൽ മുൻഗണന ആർക്കാണ്? സ്ത്രീകൾക്കാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യത്തെ വനിതാ പൈലറ്റ് ആരാണ്? മോഹന സിംഗ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിന് വാർഡ് മാപ്പിംഗ് നടത്താൻ ഇൻഫർമേഷൻ കേരള മിഷൻ തയ്യാറാക്കിയ ആപ്ലിക്കേഷനാണ് ക്യൂ ഫീൽഡ്. അപ്പോൾ എന്താണ് ക്യൂ ഫീൽഡ്?
തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിന് വാർഡ് മാപ്പിംഗ് നടത്താൻ ഇൻഫർമേഷൻ കേരള മിഷൻ തയ്യാറാക്കുന്ന ആപ്ലിക്കേഷനാണിത് ക്യൂ ഫീൽഡ്. മഹാകവി കുമാരനാശാന്റെ അന്ത്യയാത്രയിലേക്ക് വെളിച്ചം വീശുന്ന മഹാകവിയുടെ അന്ത്യയാത്ര എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ഇടശ്ശേരി രവി. അപ്പോൾ ഇടശ്ശേരി രവിയുടെ പുസ്തകമാണിത് മഹാകവിയുടെ അന്ത്യയാത്ര. മഹാകവി കുമാരനാശാന്റെ അന്ത്യയാത്രയിലേക്ക് വെളിച്ചം വീശുന്ന മഹാകവിയുടെ അന്ത്യയാത്ര എന്ന പുസ്തകത്തിന്റെ രചയിതാവാരാണ് ഇടശ്ശേരി രവി. 76ാമത് എമ്മി പുരസ്കാര ചടങ്ങിൽ മികച്ച ഡ്രാമ സീരീസ് ആയി തിരഞ്ഞെടുത്തത് ഏതാണ്? ഷോഗൺ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. MT വാസുദേവൻ നായർക്കുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ കൃതികളെ ആസ്പദമാക്കി തയ്യാറാക്കിയ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് നാടകം ഏതാണ്? തുടർച്ച. സംവിധായകനെ ആരാണ്? സൂര്യ കൃഷ്ണമൂർത്തി. അപ്പോൾ MT വാസുദേവൻ നായർക്കുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ കൃതികളെ ആസ്പദമാക്കി തയ്യാറാക്കിയ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് നാടകമാണ് ഏത്? തുടർച്ച. ഇതിന്റെ സംവിധായകൻ ആരാണ്? സൂര്യ കൃഷ്ണമൂർത്തി. ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന ഗാസയിൽ 25 വർഷത്തിന് ശേഷം ആദ്യമായി സ്ഥിരീകരിച്ച രോഗം ഏതാണ്? പോളിയോ. അപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന ഗാസയില് 25 വർഷത്തിന് ശേഷം ആദ്യമായി സ്ഥിരീകരിച്ച രോഗം ഏതാണ്? പോളിയോ. ഒളിമ്പിക്സ് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ രൺധീർ സിംഗ്. രൺധീർ സിംഗിനെയാണ് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ. 5 തവണ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഷൂട്ടറായ രൺധീർ സിംഗിന്റെ കാലാവധി 2024 മുതൽ 2028 വരെയാണ്. അപ്പോൾ 5 തവണയാണ് ഒളിമ്പിക്സിൽ ഷൂട്ടറായിട്ട് രൺധീർ സിംഗ് പങ്കെടുത്തിട്ടുള്ളത്. ഒളിമ്പിക്സ് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനാരാണ്? രൺധീർ സിംഗ്. ബഹിരാകാശത്തിന്റെ അതിരായ കാർമൻ രേഖ. അപ്പോൾ ബഹിരാകാശത്തിന്റെ അതിരേതാണ്? കാർമൻ രേഖ. കാർമൻ രേഖ കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയ 21 വയസ്സുകാരിയാണ് കഴ്സൺ കിച്ചൻ. കഴ്സൺ കിച്ചൻ ആണ് ബഹിരാകാശത്തിന്റെ അതിരായ കാർമൻ രേഖ കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയത്. കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം റേഷൻ കടകൾക്ക് നൽകുന്ന പുതിയ പേരെന്താണ്? ജൻ പോഷൻ കേന്ദ്രം. കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം റേഷൻ കടകൾക്ക് നൽകിയ പുതിയ പേരെന്താണ്? ജൻ പോഷൻ കേന്ദ്രം. പെൺകുട്ടികളുടെ വിവാഹ പ്രായം 18 നിന്ന് 21 വയസ്സായി ഉയർത്തി നിയമനിർമ്മാണം നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 നിന്ന് 21 വയസ്സായി ഉയർത്തി നിയമനിർമ്മാണം നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണിത് ഹിമാചൽ പ്രദേശ്. ആയുർവേദം, പരമ്പരാഗത വൈദ്യം തുടങ്ങിയ മേഖലകളിൽ പരസ്പര സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യമാണ് മലേഷ്യ. ആയുർവേദം, പരമ്പരാഗത വൈദ്യം തുടങ്ങിയ മേഖലകളിൽ പരസ്പര സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യമേതാണ്? മലേഷ്യ. അപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന ഗാസയിൽ 25 വർഷത്തിനു ശേഷം ആദ്യമായി സ്ഥിരീകരിച്ച രോഗമേതാണ്? പോളിയോ. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കു വേണ്ടി രൂപീകരിച്ച പുതിയ പെൻഷൻ പദ്ധതി ഏത്? ഏകീകൃത പെൻഷൻ പദ്ധതിയാണ്. പദ്ധതി ആരംഭിക്കുന്നത് 2025 ഏപ്രിൽ 1 മുതലാണ്. അപ്പോൾ ഏകീകൃത പെൻഷൻ പദ്ധതി ആരംഭിക്കുന്നത് എന്നു മുതലാണ്? 2025 ഏപ്രിൽ 1. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കു വേണ്ടി രൂപീകരിച്ച പുതിയ പെൻഷൻ പദ്ധതി ഏതാണ്? ഏകീകൃത പെൻഷൻ പദ്ധതി. ഭൂകമ്പത്തെ തുടർന്ന് പൊട്ടിത്തെറിച്ച റഷ്യയിലെ അഗ്നിപർവ്വതം ഷിവേലൂച്ച് അഗ്നിപർവ്വതം. ഷിവേലൂച്ച് അഗ്നിപർവ്വതം. അപ്പോൾ ഈ ഷിവേലൂച്ച് അഗ്നിപർവ്വതം എവിടെയാണ്? റഷ്യയിലെയാണ്. റഷ്യയിലെ അഗ്നിപർവ്വതമാണ് ഷിവേലിച്ച് അഗ്നിപർവ്വതം. ഇത് ഭൂകമ്പത്തെ തുടർന്ന് പൊട്ടിത്തെറിച്ച റഷ്യയിലെ ഒരു അഗ്നിപർവ്വതമാണിത് ഷിവേലൂച്ച് അഗ്നിപർവ്വതം. വിദ്യാർത്ഥികളിൽ സംരംഭകത്വ സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വ്യവസായ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? ഡ്രീം വെസ്റ്റർ. അപ്പോൾ വിദ്യാർത്ഥികളിൽ സംരംഭകത്വ സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വ്യവസായ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഡ്രീം വെസ്റ്റർ. ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്? ഓഗസ്റ്റ് 23. 2023 ഓഗസ്റ്റ്
2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓഗസ്റ്റ് 23 ബഹിരാകാശ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഓഗസ്റ്റ് 23 ബഹിരാകാശ ദിനമായിട്ട് ആഘോഷിക്കുന്നത്? ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്നാണ്. ഓഗസ്റ്റ് 23 ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓഗസ്റ്റ് 23 എന്തായിട്ട് ആഘോഷിക്കുന്നത്? ബഹിരാകാശ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? പൂനെയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരം ഏതാണ്? പൂനെ. ഉദാരശക്തി 2024 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ്? ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് ഉദാരശക്തി 2024. വേദി എവിടെയാണ്? കുവാന്തൻ, മലേഷ്യ. മലേഷ്യയിലെ കുവാന്തൻ ആയിരുന്നു വേദി. ഇന്ത്യയും മലേഷ്യയും തമ്മിൽ നടന്ന സംയുക്ത സൈനികാഭ്യാസമാണ് ഇത് ഉദാരശക്തി 2024. അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ ഹെൽപ്പ് ഡെസ്ക് ഏതാണ്? സ്നേഹിത. അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ ഹെൽപ്പ് ഡെസ്ക് ഏതാണ്? സ്നേഹിത. 2024 അന്താരാഷ്ട്ര ഭക്ഷ്യസുരക്ഷാ കോൺഫറൻസിന് വേദിയാകുന്നത് എവിടെയായിരുന്നു? ദുബായിലായിരുന്നു അന്ന് 2024 അന്താരാഷ്ട്ര ഭക്ഷ്യസുരക്ഷാ കോൺഫറൻസിന് വേദിയായത്. അപ്പോൾ അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ ഹെൽപ്പ് ഡെസ്ക് ഏതാണ്? സ്നേഹിത. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരം ഏതാണ്? പൂനെയാണ്. എന്താണ് ഉദാരശക്തി 2024? ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്. വേദി എവിടെയായിരുന്നു? മലേഷ്യയിലെ കുവാന്തനിലാണ്. ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്? ഓഗസ്റ്റ് 23. ഷിവേലുച്ച് അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ്? റഷ്യയിലാണ്. ഡ്രീം വെസ്റ്റർ എന്താണ്? വിദ്യാർത്ഥികൾ സംരംഭകത്വ സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വ്യവസായ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഡ്രീം വെസ്റ്റർ. ആയുർവേദം, പരമ്പരാഗത വൈദ്യം തുടങ്ങിയ മേഖലകളിൽ പരസ്പര സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം ഏതാണ്? മലേഷ്യയാണ്. അപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന ഗാസയിൽ 25 വർഷത്തിന് ശേഷം ആദ്യമായി സ്ഥിരീകരിച്ച രോഗം ഏതാണ്? പോളിയോയാണ്. ഏകീകൃത പെൻഷൻ പദ്ധതി എന്നാണ് ആരംഭിക്കുന്നത്? 2025 ഏപ്രിൽ 1 ജൻ പോഷൻ കേന്ദ്രം എന്താണ്? കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം റേഷൻ കടകൾക്ക് നൽകുന്ന പുതിയ പേരാണിത്, ജൻ പോഷൻ കേന്ദ്രം. പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 നിന്ന് 21 വയസ്സായി ഉയർത്തി നിയമനിർമ്മാണം നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനാരാണ്? രൺധീർ സിംഗ് ആണ്. കാർബൺ രേഖ അത് ബഹിരാകാശത്തിന്റെ അതിരാണ്. ഇത് കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ആരാണ്? കഴ്സൺ കിച്ചൺ ആണ്. MD വാസുദേവൻ നായർക്കുള്ള ആദരസൂചകമായിട്ട് അദ്ദേഹത്തിന്റെ കൃതികളെ ആസ്പദമാക്കി തയ്യാറാക്കിയ ലൈറ്റ് ആൻഡ് സോൺസ് നാടകമാണ് തുടർച്ച. സംവിധായകൻ ആരാണ്? സൂര്യ കൃഷ്ണമൂർത്തിയാണ്. മഹാകവി കുമാരനാശാന്റെ അന്ത്യയാത്രയിലേക്ക് വെളിച്ചം വീശുന്ന മഹാകവിയുടെ അന്ത്യയാത്ര എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഇടശ്ശേരി രവിയാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിന് വാർഡ് മാപ്പിംഗ് നടത്താൻ ഇൻഫർമേഷൻ കേരള മിഷൻ തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ ഏതാണ്? ക്യൂഫീൽഡ് ആണ്. ജീവിതപാത ആരുടെ ആത്മകഥയാണ്? ചെറുകാടിന്റെ ആത്മകഥയാണ് ജീവിതപാത. ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആരാണ്? അനുരകുമാര ദിസ്സനായകെ. എന്താണ് ആശ്വാസ? മെഡിക്കൽ കോളേജുകളിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മിതമായ നിരക്കിൽ താമസ സൗകര്യം ലഭ്യമാക്കുന്ന വാടക വീടുകളാണ് ആശ്വാസ് എന്ന് അറിയപ്പെടുന്നത്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി പ്രകാരം എത്ര വയസ്സിന് മുകളിലുള്ളവർക്കാണ് ചികിത്സാ സഹായം കൊടുക്കുന്നത്? 70 വയസ്സിന് 5 ലക്ഷം രൂപയാണ്. ഇത് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയത്. ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രി ആരാണ്? ഒമർ അബ്ദുള്ള. ഉപമുഖ്യമന്ത്രി ആരാണ്? സുരേന്ദർ കുമാർ ചൗധരി. കേരളത്തിലെ 3ാമത്തെ അന്താരാഷ്ട്ര തുറമുഖം സ്ഥാപിക്കുന്നത് എവിടെയാണ്? അഴീക്കൽ, കണ്ണൂരാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? വിജയ് കിഷോർ രഹ്തർ. എന്താണ് റിതം? ഭിന്നശേഷിക്കാരായ യുവതീ യുവാക്കളെ ഉൾപ്പെടുത്തി സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച കലാസംഘമാണിത് റിതം. പോക്കറ്റ് മാർട്ട് ആപ്പ് എന്താണ്? കുടുംബശ്രീയുടെ സേവനങ്ങൾ സ്മാർട്ട് ഫോണിൽ ലഭ്യമാക്കുന്നതിനുള്ള ആപ്ലിക്കേഷനാണിത് പോക്കറ്റ് മാർട്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രക്ഷേപണം ആരംഭിക്കുന്ന റേഡിയോ ഹരിവരാസനം. ഫിലിപ്പീൻസിൽ വീശിയ ഉഷ്ണമേഖല ചുഴലിക്കാറ്റ് ഏതാണ്? ഡ്രാമി. രാഷ്ട്രീയ ഏകതാ ദിനം എന്നാണ്? ഒക്ടോബർ 31. ആരുടെ ജന്മദിനമാണ് ഒക്ടോബർ 31? സർദാർ വല്ലഭായ് പട്ടേലിന്റെ. അതാണ് രാഷ്ട്രീയ ഏകതാ ദിനമായിട്ട് ആചരിക്കുന്നത്. എൻ്റെ എംബസി കാലം ആരുടെ ആത്മകഥയാണ്?
എം മുകുന്ദന്റെ ആത്മകഥയാണ് എൻ്റെ എംബസി കാലം. കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ആരാണ്? പ്രണബ് ജ്യോതിനാഥ് ആണ്. കേരള ജ്യോതി പുരസ്കാരം 2024 ലഭിച്ച ആർക്കാണ്? പ്രൊഫസർ എം കെ സാനു. വാധ്വാൻ തുറമുഖം എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം രാജ്യത്ത് ആദ്യത്തെ വിദേശ സർവകലാശാല ക്യാമ്പസ് സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഗുരുഗ്രാമിലാണ്. എന്താണ് അനന്യം? ട്രാൻസ്ജെൻഡേഴ്സിന് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണേത്? അനന്യം. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ വനിതാ താരമാരാണ്? സ്മൃതി മന്ദാനയാണ്. ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമം കാസർഗോഡ് ജില്ലയിലെ ഉജ്ജാർ ഉളവാർ. കോങ്ക്ര ചുഴലിക്കാറ്റ് എവിടെയാണ് വീശുന്നത്? തായ്വാനിലാണ്. അവനിവാൾ കിനാവ് എന്ന നോവൽ രചിച്ചതാരാണ്? പെരുമ്പടവം ശ്രീധരൻ. ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ്? കുമാരനാശാന്റെ ജീവിതത്തെ ആസ്പദമാക്കി. ദേശീയ വിദ്യാഭ്യാസ ദിനമെന്ന് നവംബർ 11. എന്താണ് നവജീവൻ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണിത് നവജീവൻ. തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കിയിലാണ്. 51ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ് ഇന്ത്യയുടെ? ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. തെളിമ എന്താണ്? റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായിട്ട് സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണിത് തെളിമ. അനധികൃത ഖനനം തടയാൻ ഇന്ത്യയിൽ ആദ്യമായി ഡ്രോൺ സർവേ നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. G20 സാമ്പത്തിക വളർച്ചയിൽ ഒന്നാമതായ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. US-ന്റെ എത്രാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്? 47. ഏറ്റവും ലോക കാലാവസ്ഥാ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ചൂടേറിയ വർഷം എന്നായിരുന്നു 2024. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിയമനിർമ്മാണ ശുപാർശയിൽ കോടതിയെ സഹായിക്കാനായി അമിക്കസ് ക്യൂറിയായി നിയമിക്കപ്പെട്ടത് ആരെയായിരുന്നു? ഡോക്ടർ മിത സുധീന്ദ്രനെയാണ്. എമർജൻസി എന്ന സിനിമയിലെ ഇതിവൃത്തം എന്തായിരുന്നു? 1976 ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും തുടർന്നുള്ള സംഭവങ്ങളുമാണ് ചിത്രത്തിലെ ഇതിവൃത്തം. PM വിദ്യാലക്ഷ്മി അതൊരു വായ്പാ പദ്ധതിയാണ്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾക്കായിട്ടുള്ള പ്രത്യേക വായ്പാ പദ്ധതിയാണ്. പ്രഥമ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടി എവിടെയായിരുന്നു? ഡൽഹിയിലായിരുന്നു. അതിന്റെ പ്രമേയം എന്തായിരുന്നു? ഏഷ്യയെ ശക്തിപ്പെടുത്തുന്നതിൽ ബുദ്ധധർമ്മത്തിന്റെ പങ്ക്. ലോക ഭിന്നശേഷി ദിനം എന്നാണ്? ഡിസംബർ 3. 2024 ലോക ഭിന്നശേഷി ദിനത്തിന്റെ പ്രമേയം എന്താണ്? സമഗ്രവും സുസ്ഥിരവുമായ ഭാവിക്കായി വികലാംഗരുടെ നേതൃത്വം വർദ്ധിപ്പിക്കുക. കളിക്കളം എന്താണ്? സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല കായികമേളയായിരുന്നു കളിക്കളം. വേദി എവിടെയായിരുന്നു? തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്തായിരുന്നു. അപ്പോൾ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന കൃതിയുടെ രചയിതാവാരാണ്? എം മുകുന്ദൻ ആണ്. 2024 എത്രാം വാർഷികമാണ് ആഘോഷിച്ചത്? 50ാം വാർഷികം. ബ്രെയിൻ റോട്ട് എന്താണ്? ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി 2024 വാക്കായി തിരഞ്ഞെടുത്തതാണ് ബ്രെയിൻ റോട്ട്. ആദ്യമായിട്ട് ഈ വാക്ക് ഉപയോഗിച്ചതാരാണ്? 1854 ഹെൻറി ഡേവിഡ് തോറയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? നിലവാരം കുറഞ്ഞ ഉള്ളടക്കങ്ങൾ സ്ഥിരമായി കാണുകയോ വായിക്കുകയോ ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിയുടെ മാനസിക ബൗദ്ധിക തലത്തിലുണ്ടാകുന്ന തകർച്ചയാണ് എന്ത്? ബ്രെയിൻ റോട്ട് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.